PV അൻവറിന് പലരും മറുപടിയുമായി വന്നെങ്കിലും വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഷൊർണൂർ സ്വദേശിയായിട്ടുള്ള മജീദ് സഖാവ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വേറിട്ടതും പ്രസക്തവുമായി തോന്നി. അധികാരത്തോടും നേതൃപദവിയോടുമുള്ള അടങ്ങാത്ത അഭിവാഞ്ചയിൽ ഭ്രാന്തമായ ഒരാവേശത്തിലാണ് അൻവർ ഇപ്പോൾ. സാധാരണ നാട്ടും പ്രദേശത്തുകാർ പറയാറുള്ള പോലെ ഒരു കിളി പോയ അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം. തന്റെ നിലപാട് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് മൂപ്പർക്ക് കാര്യത്തിന്റെ പോക്ക് ഏകദേശം പിടികിട്ടിയിരുന്നു. പക്ഷെ അവസാനം അന്ന് നന്ദി പറയാൻ തയ്യാറാക്കിയ ആരോ ഒരാൾ മുങ്ങിയതോടെ സംഗതി കൈവിട്ടു. പിന്നെ മൂപ്പര് തന്നെ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരുടെയും കിളി പോയി. എല്ലാവർക്കും നന്ദി. ലാൽ സലാം. അസ്സലാം അലൈക്കും. ഓം ശാന്തി, ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു തരം ആക്രാന്തത്തോടെ ഓടി നടന്ന് പത്രസമ്മേളനവും വിശദീകരണ യോഗവും നടത്തുന്ന അൻവറിന്റെ അവസ്ഥ ഇപ്പോഴെന്താണെന്ന് മനസ്സിലാക്കിയാണ് മജീദ് സഖാവ് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിങ്ങനെയാണ്. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മളെ അൻവർ സാഹിബിന്റെ വാർത്താ സമ്മേളനത്തിനൊക്കെ ഒരു പരിധി വന്നോ? ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പശുക്കൾ നാലുപാടും ഓടും, അതുപോലെ കിടന്ന് ഓടുകയായിരുന്നു. അൻവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിരുന്നൊരു കാര്യമുണ്ട്. പാവപ്പെട്ട സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. അപ്പൊ അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ കേട്ടു, അതുപോലെ തന്നെ പബ്ലിക് മീറ്റിംഗ് ഒക്കെ കേട്ടപ്പോൾ ഈ പോലീസ് സ്റ്റേഷനും പാവപ്പെട്ട സഖാക്കളും ആരാന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായത്, ഈ അൻവർ സാഹിബ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആ സമയത്തൊക്കെ ആഫ്രിക്കയിലെ ഇവിടെ സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഏർപ്പാടായിരുന്നു മൂപ്പർക്ക്. സ്വർണം ഖനനം, ഇവിടെ സ്വർണം പിടിക്കലാണ്. രണ്ടും കൂടിയിട്ട് മാറിപ്പോകരുത് കേട്ടോ. ഒന്ന് ഖനനമാണ്, ഒന്ന് പിടിക്കലാണ്. അപ്പോൾ എയർപോർട്ടിൽ സ്വർണം എത്തുന്നതിനെ കുറിച്ചൊക്കെ മൂപ്പർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. നല്ല രീതിയിലുള്ള പാക്കിംഗ് ചെയ്തിട്ടാണ് സ്വർണം കൊണ്ടുവരുന്നത്. എങ്ങനെ പാക്ക് ചെയ്താലും എയർപോർട്ടിലെ മെഷീനിൽ കാണും, പക്ഷെ എന്നാലും സ്വർണം പുറത്ത് വരികയാണ്. അതെങ്ങനെയാണ്? അങ്ങനെ പുറത്ത് വരുന്ന സ്വർണം അപ്പം തന്നെ ഈ പോലീസ് ഓഫീസർക്ക്, എന്താണ് ആ പോലീസ് ഓഫീസർ പേര്, അയാൾക്ക് ഫോൺ വരികയാണ്, ഇന്ന ആള് ഇന്ന പാസ്പോർട്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വിവരം. അപ്പോൾ എയർപോർട്ടിൽ തന്നെ പിടിച്ചാൽ പോരെ, എന്തിനാ ഈ പോലീസുകാരനെ കൊണ്ട് പിടിപ്പിക്കണം? അങ്ങനെ പോലീസുകാരെ എയർപോർട്ടിൽ നിന്നൊക്കെ സുഖമായിട്ട് പുറത്ത് വരുന്ന സ്വർണം കേരള പോലീസ് പിടിക്കുകയാണ്. അങ്ങനെ കേരള പോലീസ് പിടിച്ചാൽ ആ പിടിച്ച ആളുടെ മേൽഭാഗത്തുള്ള പോലീസുകാരനെയും അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമെങ്കിൽ അവരൊക്കെ വിളിച്ചു നോക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തും. ആ കൈമലർത്തുമ്പോൾ ഈ പാവപ്പെട്ട സഖാക്കൾക്ക് ഒരു നീതി കിട്ടുന്നില്ല കേരള പോലീസിൽ നിന്ന്. അതാണ് അൻവർ ഖാന്റെ പ്രശ്നം. അൻവർ ഖാൻ പറയുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വർഗീയവാദിയാക്കും, വളരെ മോശപ്പെട്ട ആളാക്കും. ആ മലപ്പുറത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ഏട്ടനെ, അദ്ദേഹം അൻവറിന്റെ എന്താ ചെയ്തികൾ തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പത്രക്കാരോട് പറഞ്ഞപ്പോൾ ഉടനെ അയാൾ വർഗീയവാദിയാണ്. ആ മോഹൻദാസ് സഖാവ് വർഗീയവാദിയാണ്. ആരെങ്കിലും എതിരായി പറഞ്ഞോ അവനെ വർഗീയവാദിയാക്കും, അല്ലെങ്കിൽ ഭീകരവാദിയാക്കും, അല്ലെങ്കിൽ തീവ്രവാദിയാക്കും, ന്യൂനപക്ഷ വിരോധിയാക്കും. ഈ അൻവർ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ മൂപ്പറിനെ തീവ്രവാദിയോ വർഗീയവാദിയോ എന്തോ ആക്കി. അന്ന് കേട്ട മുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതിലെന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ ഗണിക ഉണ്ടെങ്കിൽ ഇയാൾ മറ്റൊരാളെ വർഗീയവാദിയോ തീവ്രവാദിയോ ആക്കുമോ? നിസ്കരിക്കാൻ സമ്മതിക്കണില്ല, നിസ്കരിക്കണത് ഇഷ്ടമല്ല. ഈ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സഖാവെ നിസ്കരിച്ചിട്ട് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വൃത്തിയുള്ള ബെഡ്ഷീറ്റോ നല്ല തോർത്തുകൊണ്ടൊക്കെ തരുക, നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തരും. എന്തെന്ന് പറഞ്ഞോ അതിനൊക്കെ വിപരീതമായിട്ട് പറയും. ഏഷ്യാനെറ്റിനെ കയറി ഞാൻ അടിച്ചിരുന്നു, ഞാൻ ML അല്ലെങ്കിൽ. അമ്മാതിരി തെണ്ടിത്തരാണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഏഷ്യാനെറ്റ് ഉണ്ട് CPM-നെ ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രസംഗിച്ചപ്പോൾ പിറ്റേ ദിവസം രാവിലെ അൻവറിൻ്റെ അടുക്കളയിൽ. എന്തെങ്കിലും ഒരു നിലപാട് വേണ്ട അൻവർക്ക്? അങ്ങക്ക് ഒരു ആണൊരുത്തനായി കഴിഞ്ഞാൽ പറയുന്ന വാക്കിനൊക്കെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ? അപ്പം ഈ പാവപ്പെട്ട സഖാക്കൾക്ക് നീതി ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സ്വർണം പിടിക്കപ്പെടുമ്പോൾ അവിടെ കുറച്ച് സ്വജനപക്ഷപാതം കാണിക്കണ്ടേ? അല്ലെങ്കിൽ എന്തിനാണ് ഭരണം? അപ്പൊ സ്വർണ്ണമൊക്കെ അങ്ങനെ കണ്ടമാന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കടത്തിക്കൊണ്ടുവന്ന് നല്ല പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങോട്ട് ചേക്കേറാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. CPM-ന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇത്തരം ആളുകൾക്ക് ഒരു നീതിയും ലഭിക്കണില്ല. അൻവറിന്റെ പ്രസംഗ വാർത്താ സമ്മേളനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സ്വർണം കടത്തുന്നതിനെ പറ്റിയൊക്കെ നല്ല പാക്കിംഗ് ആണ്, എല്ലാം കൃത്യമായിട്ട് അറിയാം. എയർപോർട്ടിൽ നിന്ന് സ്വർണം പുറത്ത് വരുന്നുണ്ട്,
മെഷീനിൽ കാണും, എന്നാലും പുറത്ത് വരികയാണ്. എങ്ങനെയാണ് അത് വരുന്നത്? പൊന്നാര അൻവർക്ക് ഇങ്ങക്ക് ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നടക്കൂല, CPM-ൽ നടക്കൂല എന്ന് ഇപ്പൊ ഈ 8 വർഷം ഒന്നും നിൽക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിണ്ടാവുമല്ലോ. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു സഹായം ഇനിയിപ്പോൾ എത്ര പുകഴ്ത്തി പറഞ്ഞാലും കിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ ലാസ്റ്റ് പത്രസമ്മേളനത്തിന് മുന്നേ, അതായത് ആ മുഖ്യമന്ത്രിക്ക് ഒക്കെ എതിരായിട്ട് പറയണതിന് മുമ്പൊക്കെ മുഖ്യമന്ത്രിനെ വാനോളം പുകഴ്ത്തേണ്ട വല്ല കാര്യം ഉണ്ടാകുന്ന 2 ദിവസം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പറയണം. എന്തിനാണ് അങ്ങനെയൊക്കെ? ഒരു മനുഷ്യന്മാർ കേൾക്കുന്ന ആളുകൾക്ക് തോന്നില്ല എന്തെങ്കിലും ഒരു വാക്കിന് സ്ഥിരത വേണ്ടേന്ന്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി. ഇടതുപക്ഷത്തിൻ്റെ സഖാക്കൾ നിങ്ങളെ നെഞ്ചേറ്റി ആ സ്നേഹമൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊന്നും മേഞ്ഞു വരി. അപ്പോൾ മനസ്സിലാക്കും നിങ്ങൾക്ക് 5 പൈസ 4 പൈസയുടെ ചിലവ് പോലും ഇല്ലാതെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച്, നിങ്ങൾ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച ആളാണല്ലോ. നിങ്ങൾ പറഞ്ഞില്ല ഈ നിലമ്പൂരിൻ്റെ വിജയമൊക്കെ, അതും കൂടി പറയണം. നിലമ്പൂരിൽ കുഞ്ഞാലി സഖാവ് 2 പ്രാവശ്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അന്ന് അൻവറൊന്നും ഇടതുപക്ഷത്തിൻ്റെ കൂടെ അല്ല. ആര്യാട മുഹമ്മദിനെ ഇടതുപക്ഷം അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട് 1980-ൽ. അന്ന് ആര്യാടൻ തോൽപ്പിച്ച TK ഹംസനെ കൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ആര്യാടനെയും തോൽപ്പിച്ച് TK ഹംസനെ വിജയിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഞങ്ങൾക്ക് 60 വർഷം ജയിക്കാൻ പറ്റാത്ത താനൂര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചില മാപ്രകൾ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഒന്നായിട്ട് കൊഴിഞ്ഞു പോക്കും CPM ഉണ്ടാവും, മലപ്പുറം ജില്ലയിൽ അതൊക്കെ വോട്ടിനെ ബാധിക്കുന്നു. അങ്ങനെ പറയുന്ന മാപ്രകളോട് പറയാനുള്ളത്, എൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ അറിവ് വെച്ച് പറയണം. മലപ്പുറത്ത് ഞങ്ങൾ 5 മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. അന്ന് അൻവറൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല. മലപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഒരു കാലത്തും ഓർക്കാൻ കഴിയാത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കുറ്റിപ്പുറത്തെ തോൽവി, MK മുനീറിൻ്റെ മങ്കടയിലെ തോൽവി, ET മുഹമ്മദ് ബഷീറിൻ്റെ തിരൂരിലെ തോൽവി, ലത്തീഫ് സാഹിബാണ് തോന്നുന്നുണ്ട് പെരിന്തൽമണ്ണ തോൽവി അല്ലേ? അന്ന് ലീഗിനാകെ 7 സീറ്റാണ് കിട്ടിയത്. മഞ്ചേശ്വരത്ത് മറ്റേ ചേർക്കള അബ്ദുള്ള തോറ്റത്. ഇതൊന്നും അൻവർ CPM-ൻ്റെ കൂടെ ഉണ്ടായിട്ടൊന്നല്ല. CPM-ൻ്റെ കൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വലിയ വിഭാഗമുണ്ട്. അത് ഇതുപോലുള്ള അൻവർമാരെ കണ്ടിട്ടില്ല എന്നുള്ളത് കാലം നിങ്ങളെ പഠിപ്പിക്കും, മാപ്രകളെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.